ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ യൂട്യൂബ് ചാനൽ എത്രയും വേഗം മോണിറ്റൈസേഷൻ ആകണം. അതിന് നമുക്ക് ചാനലിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം, വാച്ച് ടൈം കൂടണം, വ്യൂസ് കൂടണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, യൂട്യൂബിൽ വ്യൂസ് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ യൂട്യൂബിൽ ഇതിലേക്ക് റെക്കമെൻഡ് കൂടുമ്പോഴാണ് വ്യൂസ് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ ചാനലിൽ വീഡിയോക്ക് വ്യൂസ് ഇല്ല, റെക്കമെൻഡിൽ കയറുന്നില്ല, അപ്പോൾ ഞങ്ങളുടെ ചാനലൊന്ന് ചെക്ക് ചെയ്യുമോ, എന്തെങ്കിലും സെറ്റിങ്സ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ, വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ആകുന്നില്ല, അപ്പോൾ എന്തെങ്കിലും സെറ്റിങ്സ് ഞങ്ങൾ കൊടുക്കാത്തതുണ്ടോ എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു സംശയം ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സിനുണ്ട്. അപ്പോൾ യൂട്യൂബിൽ അങ്ങനത്തെ ഒരു സെറ്റിങ്സ് നമ്മൾ അറിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിൽ വ്യൂസ് വരും എന്നുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു വിചാരമാണ് അവരുടെ അങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് നയിക്കുന്നത്. നമുക്കറിയില്ല അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംശയം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു സെറ്റിങ്സ് ഉണ്ടെങ്കിൽ ആ ഒരു സെറ്റിങ്സ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒക്കെ റെക്കമെൻഡിൽ കയറും, വ്യൂസ് വരും എന്നുള്ള ആ ഒരു ആഗ്രഹത്താലാണ് അത് ചോദിക്കുന്നത് എന്നറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും YT സ്റ്റുഡിയോയിൽ അങ്ങനെ ഒരു സെറ്റിങ്സ് ഉണ്ടോ എന്നുള്ള ഒരു സംശയം, അങ്ങനെ സെറ്റിങ്സ് ഉണ്ടെങ്കിൽ അതെവിടെ എന്നുള്ളതാണ്. പല രീതിയിൽ പല കൺഫ്യൂഷനുകൾ ഈ ഒരു സെറ്റിങ്സുമായി ബന്ധപ്പെട്ടിട്ട് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്തവർ ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ട് അതിനെക്കുറിച്ച്, അത് എനേബിൾ ചെയ്യാത്തവരുണ്ട് എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് അത് എന്ത് ചെയ്താലാണ് അത് വീഡിയോ റെക്കമെൻഡ് ആവുക, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഓരോ ക്രിയേറ്ററും നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. കാരണം അങ്ങനെ ഒരു സെറ്റിങ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഓൺ ചെയ്യുക തന്നെ വേണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് യൂട്യൂബിലൊക്കെ സെറ്റിങ്സ് ഉണ്ട്, അപ്പോൾ ഇതെന്തിനു ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള റിസൾട്ട് എന്താണ് എന്നുള്ളത് നമ്മൾ അറിയണം. അതല്ലാതെ നമ്മളൊരു വീഡിയോ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തിട്ട് ഇനി എനിക്ക് വ്യൂസ് വരും എന്നുള്ളൊരു മിഥ്യാധാരണയിൽ നമ്മൾ ഇരുന്നാലും കുഴപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഓപ്ഷൻസുകളും എന്തിനാണ് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇതിൽ എന്താണ് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, YT സ്റ്റുഡിയോയിലെ ഒരു സെറ്റിങ്സിനെ കുറിച്ച് ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ റെക്കമെൻഡേഷൻ സെറ്റിങ്സ്. പക്ഷെ അതിൽ സെറ്റിങ്സ് ഓൺ ചെയ്തിട്ടും പലർക്കും വ്യൂസ് വരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പലരും സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു സെറ്റിങ്സ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഐക്കണിൽ, നമ്മുടെ ചാനലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ കാണാം, യൂട്യൂബ് റെക്കമെൻഡ്സ് യുവർ കണ്ടന്റ് ബേസ്ഡ് ഓൺ വ്യൂവേഴ്സ് ഇൻട്രസ്റ്റ്. നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ഓപ്ഷൻ, അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ റെക്കമെൻഡിലേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മളോട് എനേബിൾ ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമ്മളിത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ഒരു ഓപ്ഷൻ പുതിയതായിട്ട് വരുന്നുണ്ട്, മോർ സെറ്റിങ്സ് എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഏതെല്ലാം വീഡിയോസാണ് റെക്കമെൻഡിലേക്ക് വരേണ്ടത് എന്നുണ്ട്. വീഡിയോസ്, ഷോർട്സ്, ലൈവ് സ്ട്രീംസ്, അതുപോലെ നമ്മളെല്ലാ കണ്ടൻറ്റും റെക്കമെൻഡ് ചെയ്യണോ അതോ അവസാനമായിട്ട് ചെയ്ത കണ്ടൻറ്റുകൾ, ഫ്രഷ് കണ്ടൻറ്റുകൾ മതിയോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിലുള്ളൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇതിൽ പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത്. അതായത് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, റെക്കമെൻഡേഷൻ ഫോർ യുവർ വ്യൂവേഴ്സ്, നമ്മളെ വ്യൂവേഴ്സിന് റെക്കമെൻഡേഷൻ ചെയ്യുന്നതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷെ അവിടെ ഫോർ യു എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഫോർ യു എന്നുള്ളത് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, നമ്മൾ അതിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചൊക്കെ ഇതിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ യു എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇതിന് മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവരല്ലെങ്കിൽ കൂടി നിങ്ങൾ എവിടെയൊക്കെയോ കണ്ട പോലെ ഒരു ഓർമ്മ ഉണ്ടാകും. അതെന്താണെന്നുള്ളത് ആദ്യം നമുക്കൊന്ന് നോക്കാം. നമ്മൾ സാധാരണ ഒരു യൂട്യൂബ് ചാനലിൽ കയറിക്കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ എൻ്റെ ചാനലിൽ AVS യൂട്യൂബ് ടിപ്സ് എന്ന ചാനലിലേക്ക് കയറി കഴിയുമ്പോൾ എൻ്റെ ഹോം പേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പല വീഡിയോസ്, പല സെക്ഷൻസ് ആയിട്ട് അവിടെ കാണാൻ കഴിയും. എനിക്ക് സെറ്റ് ചെയ്യാം എൻ്റെ ചാനലിൻ്റെ ഹോം പേജ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോസ് കാണണം, ഷോർട്സ് വരണോ, ഞാൻ ചെയ്ത ലൈവ് വരണോ, പ്ലേലിസ്റ്റ് വരണോ. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ചെയ്ത് വെക്കാൻ കഴിയും. അതായത് ഒരാൾ, ഇപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനലിലേക്ക്
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ചാനലിൻ്റെ പേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ എങ്ങനെ എൻ്റെ ചാനൽ ഏതൊക്കെ വീഡിയോ ആദ്യം കാണിക്കണം എന്നുള്ളത് എനിക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അതായത് 12-ലധികം സെക്ഷനുകൾ നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ ചെയ്ത വീഡിയോസുകൾ അവിടെ കാണാൻ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ, നമ്മൾ ചെയ്ത ഷോർട്സ് ഒരു സെക്ഷൻ, നമ്മൾ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാണാം. ഇപ്പോൾ ഈ ഒരു സെക്ഷൻ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള വീഡിയോസുകൾ ആദ്യം നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചാനൽ സെറ്റ് ചെയ്യാൻ കഴിയും. ചാനലിൻ്റെ കസ്റ്റമൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാനലിൻ്റെ കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ ലേഔട്ട് നമ്മളെ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു സെറ്റിങ്സ് ആണ്. അപ്പോൾ അതിൽ ഒരു ഓപ്ഷനാണ് ഫോർ യു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഒരാൾ കയറുമ്പോൾ നമ്മുടെ ചാനൽ ഏതെല്ലാം രീതിയിൽ ഏതൊക്കെ വീഡിയോ ആണ് യൂട്യൂബർ കാണേണ്ടത്, അതായത് നമ്മുടെ ചാനൽ ഏത് തരത്തിലാണ് അവരുടെ മുന്നിലേക്കൊരു കാണിക്കേണ്ടത് ആദ്യം ചാനലിലേക്ക് കയറിയ ഒരാൾക്ക് മാത്രമാണ് കേട്ടോ. അതല്ലാതെ നമ്മുടെ ചാനൽ പൊതുവെ വേറെ രീതിയിലുള്ള ഒരു ഓപ്ഷനില്ല. നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് വഴിയോ വീഡിയോ കാണുമ്പോൾ സെർച്ച് ചെയ്തിട്ട് ഒരാൾ ചാനലിലെ ഹോം പേജിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ 12-ലധികം സെക്ഷനുകളായിട്ട് നമുക്കിങ്ങനെ തരം തിരിക്കാം. നിങ്ങൾ സാധാരണ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പ് വേർഷനിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചാനൽ കസ്റ്റമൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ. ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയൊരു പേജ് വരുന്നതാണ് ലേഔട്ട് എന്നുള്ളത്. ഇവിടെയാണ് നമ്മുടെ ചാനലിൽ ഒരാൾ കയറിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ ചാനൽ അയാൾക്ക് മുന്നിൽ കാണണം എന്നുള്ളത് ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ലേഔട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ സ്പോട്ട്ലൈറ്റ് എന്നുള്ള ആദ്യ ഓപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് എങ്ങനെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാൾ കയറിക്കഴിഞ്ഞാൽ ഈ വീഡിയോ തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആണ് പ്ലേ ആകേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഒരു അക്കൗണ്ടിലൂടെ എൻ്റെ ചാനലൊന്ന് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഹോം പേജിൽ കയറി നോക്കുമ്പോൾ ആദ്യം വരുന്ന വീഡിയോ എങ്ങനെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ഈ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് ആ രീതിയിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ കഴിയും ചാനൽ കസ്റ്റമൈസേഷനിൽ. അതുപോലെ റിട്ടേണിംഗ് സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ കാണേണ്ട വീഡിയോ ആണ് അടുത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന് താഴെ ഫീച്ചേർഡ് സെക്ഷൻ എന്ന് നിങ്ങൾക്ക് കാണാം. അതായത് നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിൽ ഒരാൾ കയറുമ്പോൾ അവിടെ ഏതെല്ലാം സെക്ഷനുകൾ അങ്ങനെ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ അവിടെ ഫോർ യു ഞാൻ എനേബിൾ ആക്കിയിട്ടുണ്ട്, വീഡിയോസ് എനേബിൾ ആക്കിയിട്ടുണ്ട്, സിംഗിൾ പ്ലേലിസ്റ്റ് യൂട്യൂബ് ടിപ്സ് എന്നുള്ളൊരു പ്ലേലിസ്റ്റും ഞാനവിടെ കാണിക്കണമെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പോപ്പുലർ വീഡിയോസ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും 4 സെക്ഷനുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. 12 സെക്ഷൻ വരെ നമുക്ക് ഹോം പേജിൽ കാണിക്കാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ 4 സെക്ഷൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫോർ യു കാണിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോർ യു ഉണ്ട്, വീഡിയോസ് ഉണ്ട്, യൂട്യൂബ് ടിപ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, പോപ്പുലർ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജ് ഈ രീതിയിലാണ് കാണേണ്ടത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഒരാൾ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കാണിക്കണം എന്നുള്ളതാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഫോർ യു കൊടുത്തു, ഫോർ യു എന്നുള്ള സെക്ഷൻ വേണമെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആഡ് സെക്ഷൻ. ഇനി നമുക്ക് അവിടെ സെക്ഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ആഡ് സെക്ഷൻ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് 12-ലധികം ഓപ്ഷൻസുകൾ അവിടെ കാണുന്നുണ്ട്. ആദ്യത്തെ ഫോർ യു, അതുപോലെ വീഡിയോസ്, പോപ്പുലർ വീഡിയോ, ഇതൊക്കെ ഞാൻ എനേബിൾ ചെയ്തതുകൊണ്ട് ബ്ലറായിട്ടുണ്ട്. ഇനിയും നമുക്ക് അവിടെ സെക്ഷൻ ആഡ് ചെയ്യാം. ഷോർട്സ്, ലൈവ്, അതുപോലെ അപ്കമിങ് ലൈവ്, സിംഗിൾ പ്ലേലിസ്റ്റ്, ഇതൊക്കെ ഇനിയും നമുക്കവിടെ സെക്ഷനുകൾ ആഡ് ചെയ്യാൻ കഴിയും. പക്ഷെ ഞാനിവിടെ ആകെ 4 സെക്ഷൻ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനവിടെ ഫോർ യു സെക്ഷൻ എന്നുള്ളത് എനേബിൾ ചെയ്തത് കൊണ്ടാണ് ചാനലിൻ്റെ ഹോം പേജിൽ നമുക്ക് ആദ്യം ഇവിടെ ഫോർ യു എന്നുള്ള ആ ഒരു ഓപ്ഷൻ, ഈ ഒരു സെക്ഷൻ കാണുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഒരു ഫോർ യു എന്നുള്ളൊരു സെക്ഷൻ ആയിരിക്കും. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ്, അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ഇവിടെ മാത്രം കാണാൻ കഴിയും. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരാൾ കയറി നമ്മുടെ ഹോം പേജ് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ കസ്റ്റമൈസേഷനിൽ ഫോർ യു, അതുപോലെ വീഡിയോസ്, പ്ലേലിസ്റ്റുകളൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് മാത്രം ഈ ഒരു സെക്ഷൻ അവിടെ പുതിയതായിട്ട് വന്നു. അപ്പോൾ ഈ ഒരു ഫോർ യു എന്നുള്ളൊരു സെക്ഷനിൽ ഏതൊക്കെ വീഡിയോ കാണിക്കണം എന്നുള്ള സെറ്റിങ്സ് ആണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫോർ യു എന്നുള്ളൊരു സെക്ഷൻ ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ചാനൽ കസ്റ്റമൈസേഷനിൽ നമ്മളിവിടെ ഫോർ യു എനേബിൾ ആക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി ഫോർ യു സെക്ഷൻ എനേബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മോർ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ ഒരു മോർ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് നിങ്ങൾ നേരത്തെ കണ്ട വൈറ്റി സ്റ്റുഡിയോയിൽ കണ്ട പോലെ ഈ ഒരു ഫോർ യു സെക്ഷനിൽ കൂടുതൽ അഡീഷണൽ ഓപ്ഷൻസുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ
മോർ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം മൊബൈലിൽ ഫോർ യു സെറ്റിങ്സിൽ നിങ്ങൾക്ക് ആ ഒരു ഏത് ഓപ്ഷനുകളാണോ വന്നത് സെയിം ഓപ്ഷൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോർ യു സെക്ഷനിൽ എങ്ങനെ വീഡിയോ പ്ലേ ആകണം, ഷോർട്സ് വേണോ, വീഡിയോ മതിയോ, ലൈവ് സ്ട്രീം വേണോ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോ വേണ്ട എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ വീഡിയോസ് വരില്ല, പകരം ഷോർട്സ് ആയിരിക്കും വരിക. ഷോർട്സും വേണ്ട എന്ന് കൊടുക്കുകയാണെങ്കിൽ ഷോർട്സ് കാണിക്കില്ല, ലൈവ് സ്ട്രീം മതിയോ എന്നുള്ള രീതിയിൽ. അതായത് ഈ ഒരു ഫോർ യു സെക്ഷനിൽ മാത്രം ഏതൊക്കെ വീഡിയോ റെക്കമെൻഡ് ചെയ്യണം, ഒരാൾ നമ്മുടെ ചാനലിലേക്ക് വന്നു കഴിഞ്ഞ് ഏതൊക്കെ വേണം എന്നുള്ളൊരു സെറ്റിങ്സ് മാത്രമാണിത്. അതിന് താഴെ നിങ്ങൾക്ക് കാണാം ഓൾ കണ്ടൻറ്റ്, അതായത് നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്തു, അങ്ങനെ ആ ഓൾ കണ്ടൻറ്റ് കൊടുക്കുകയാണെങ്കിൽ എല്ലാ വീഡിയോയും റെക്കമെൻഡ് ആകും. അതല്ല നമ്മൾ താഴത്തെ ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ അവസാനം 12 മാസത്തെ വീഡിയോ മാത്രമാണ് പ്ലേ ആവുക. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സെറ്റിങ്സ് എനേബിൾ ചെയ്തതുകൊണ്ട് പിറ്റേ ദിവസം മുതൽ നമ്മളെല്ലാ വീഡിയോയും യൂട്യൂബിൽ മറ്റുള്ള വ്യൂവേഴ്സിന് റെക്കമെൻഡ് ആകും, നമുക്ക് പെട്ടെന്ന് വ്യൂസ് കൂടും എന്നുള്ളതല്ല. ആ രീതിയിലല്ല മനസ്സിലാക്കേണ്ടത്, അത് തെറ്റാണ്. ഈ ജസ്റ്റ് ഫോർ യു എന്നുള്ളത് നമ്മുടെ ചാനലിൽ ഹോം പേജിൽ ഒരാൾ കയറി കഴിഞ്ഞ് ഫോർ യു എന്ന സെക്ഷൻ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഏത് വീഡിയോ വേണം, ഷോർട്സ് വേണോ, ലൈവ് വേണോ, അതുപോലെ നമ്മളെ ലോങ് വീഡിയോ വേണോ എന്നുള്ള ഒരൊറ്റ ഓപ്ഷൻ മാത്രമാണിത്. അതല്ലാതെ നമ്മുടെ വീഡിയോസ് ഷോർട്സ് മുഴുവൻ ഷോർട്സ് ഫീഡിൽ റെക്കമെൻഡ് ആകും. അതല്ലെങ്കിൽ നമ്മൾ ചെയ്ത ലോങ് വീഡിയോ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ലോങ് വീഡിയോയും ഇനി മുതൽ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ആകും. നമ്മളത് ടിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ ലോങ് വീഡിയോക്ക് വ്യൂസ് വരില്ല. ടിക്ക് കൊടുത്താൽ ഈ ലോങ് വീഡിയോക്ക് നല്ല റെക്കമെൻഡിലേക്ക് പോയിട്ട് വ്യൂസ് കൂടും എന്നുള്ളതല്ല. നിങ്ങൾ ഒരിക്കലും ഇത് തെറ്റായിട്ട് മനസ്സിലാക്കരുത്. ജസ്റ്റ് നമ്മുടെ യൂട്യൂബിലെ ഹോം പേജിൻ്റെ ഒരു സെറ്റിങ്സ്, യൂട്യൂബിലെ ഹോം പേജിലേക്ക് കയറി കഴിഞ്ഞാൽ ഫോർ യു സെക്ഷനിൽ ഏതൊക്കെ വീഡിയോ കാണിക്കണം, ഷോർട്സ് വേണോ, ലോങ് വീഡിയോ ആണോ, ലൈവ് വേണോ, അത് തന്നെ ലാസ്റ്റ് 12 മാസത്തിലേത് മതിയോ, അതോ എല്ലാ വീഡിയോസും മിക്സ് ചെയ്ത് കാണിക്കണമോ എന്നുള്ള ഒരൊറ്റ ഓപ്ഷൻ മാത്രമാണിത്. അതല്ലാതെ യൂട്യൂബിലെ ഒരു അത്ഭുത സെറ്റിങ്സ് ഒന്നും അല്ല ഇത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ നല്ലൊരു അപ്ഡേറ്റ് വന്നല്ലേ, ഇനി മുതൽ നമ്മുടെ വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് വൈറലാകുമായിരിക്കും, പക്ഷേ ഇത് ചെയ്തിട്ട് എൻ്റെ വീഡിയോ റെക്കമെൻഡ് ഒന്നും ആകുന്നില്ല എന്നുള്ളത്. അപ്പോൾ സംഭവം ഇതാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. യൂട്യൂബിലെ ഒരു അത്ഭുത സെറ്റിങ്സ് അല്ല ഇത്, റെക്കമെൻഡ് പോകുന്ന സെറ്റിങ്സ് അല്ല. അതൊക്കെ പഴയ അൽഗോരിതം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അത് ഞാൻ പറയാൻ കാരണം ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ പുതിയൊരു ഓപ്ഷൻ വന്നു, യൂട്യൂബിൽ പുതിയൊരു സെറ്റിങ്സ് വന്നിട്ടുണ്ട്, ഇനി നമ്മളെ വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് റീച്ചാകും എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അങ്ങനെ വിചാരിച്ച് യൂട്യൂബിൽ മുന്നോട്ട് പോകരുത്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. കാരണം ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ വീഡിയോക്ക് വ്യൂസ് ഇല്ല എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, ഇത് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ. ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ തന്നെ പെയ്ഡായിട്ട് വാച്ച് ടൈം ഒക്കെ ചെയ്തിട്ട് നമ്മൾ വ്യൂസ് വരാത്ത ഇരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന അതേപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് കാര്യമൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ട് യൂട്യൂബ് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് ഈ ഒരു ഓപ്ഷൻ തന്നിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കി തരാൻ ശ്രമിച്ചത്. കാരണം അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ ഈ ഒരു ഓപ്ഷന് നിങ്ങൾ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഒരു ഓപ്ഷൻ, നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ ചാനലിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫീച്ചേർഡ് സെക്ഷനിൽ ഒരു ഓപ്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മുടെ ചാനലിലേക്ക് ഒരാൾ വന്ന് ആ ഹോം പേജ് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് കാണുന്നത്. അതല്ലാതെ നമ്മുടെ ചാനൽ നമ്മളെ ഒരു പുതിയൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നൊരു സെറ്റിങ്സ് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഇതുമായിട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അത് ചോദിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അതിനോട് കൂടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.